നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ്. നീറ്റ് പരീക്ഷ രാജ്യത്ത് ഏറ്റവും വിശ്വാസ്യതയുള്ളതും രാജ്യത്ത് ഏറ്റവും സൂക്ഷ്മമായും ജാഗ്രതയോടും കൂടി നടത്തുന്ന ഒരു ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ഒരു പരീക്ഷയാണ്. പക്ഷേ ഇത്തവണ ആ പരീക്ഷയുടെ ഫലം പുറത്തു വരുമ്പോൾ ഒന്നാം റാങ്ക് കിട്ടിയ ആളുകൾ ഒരുപാട് പേർ ആദ്യമായി അസാധാരണമായി വിചിത്രമായി +2 തീരെ മാർക്കില്ലാത്ത ആളുകളൊക്കെ വലിയ തോതിൽ മാർക്ക് മേടിച്ചതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരു ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് പരീക്ഷ എഴുതുന്നവർക്ക് മൊത്തം ഒരേ മാർക്ക്, പരമാവധി മാർക്ക്, മുഴുവൻ മാർക്ക്. ആകെപ്പാടെ വിശ്വാസ്യത തകർന്ന് എന്തൊക്കെയോ ക്രമക്കേടുകൾ നടന്നോ, തട്ടിപ്പുകൾ നടന്നോ എന്ന സംശയം ഉയർന്നിരിക്കുന്നു. സുപ്രീം കോടതിയിൽ ഈ പരാതി വന്നിരിക്കുന്നു. സുപ്രീം കോടതി ഇതിൻ്റെ ടെസ്റ്റിംഗ് ഏജൻസിയോട് ഇതിൻ്റെ വിശദീകരണം തേടിയിരിക്കുകയാണ്. സർക്കാർ ഇതിന് വിശദീകരണം നൽകണം, സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ കുഴപ്പമാണ് എന്ന് പ്രതിപക്ഷം ഒരു പ്രശ്നം ഉന്നയിക്കുന്നു. എന്തായാലും നമ്മുടെ നീറ്റ് പരീക്ഷ വലിയ വിശ്വാസ്യത പ്രശ്നത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. ശരിക്കും അതിനകത്ത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, ആരാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് പോലെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ഒരു ക്ലാരിഫിക്കേഷൻ, വിശദീകരണം. നിലവിലിപ്പോൾ ടെസ്റ്റിംഗ് ഏജൻസി നൽകിയിട്ടുള്ള വിശദീകരണം തൃപ്തികരമാണോ? ഈ ചോദ്യങ്ങൾ അവിടെയുണ്ട്. ജിംസൺ എന്താണ് തോന്നുന്നത്? ഇത് മൊത്തത്തിലൊരു എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ആണോ, അതോ മൊത്തത്തിലൊരു കുത്തഴിഞ്ഞ സംവിധാനത്തിൻ്റെ പ്രശ്നമാണോ? ഇത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഇന്ത്യയുടെ ഒരു പൊതു സാമൂഹിക സാഹചര്യം പരിശോധിച്ചാൽ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ അലർച്ചയും അലറിവിളിയും നടക്കേണ്ട ഒരു വലിയ വിഷയമാണ്, വലിയൊരു സ്കാമാണ് നീറ്റ് സ്കാം. കാരണം ഇത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് മുതൽ സാധാരണ ഗ്രാമങ്ങളിലുള്ള ഈ പറയുന്ന ഈ ആസ്പിരൻസ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഒരു യുവാക്കളുടെ ഒരു വലിയ പ്രശ്നമാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ വലിയൊരു പ്രശ്നമാണ്. ഒന്ന് നിഷാദ് കുറച്ച് ബാക്ക് അടിച്ച് നോക്കുക. ഒരു 12 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നേഷൻ വാണ്ട്സ് ടു നോ മാത്രമല്ല, ഡൽഹി കത്തിയാനെ, ഡൽഹിയിൽ കലാപം ഉണ്ടായത്. കാരണം ഡൽഹി എന്ന് പറഞ്ഞാൽ ഇത്തരം കോച്ചിങ് സെൻ്ററിലുള്ള ഒരു കേന്ദ്രമാണ്. ഡൽഹി, ജയ്പൂർ. ജയ്പൂർ. അവിടെ വലിയ കലാപം ഉണ്ടായേനെ, വലിയ തോതിൽ പ്രശ്നം ഉണ്ടായേനെ. ടെലിവിഷൻ ചാനലുകൾ നിന്ന് കത്തിയേനെ. ഈ തെലുങ്ക് സിനിമയിൽ കാണുന്ന പോലെ തീയൊക്കെ കത്തിച്ചിട്ട് ചർച്ച നടന്നേനെ. അങ്ങനെ നടന്നേ. ഒരു ചാനലുകൾ ഇത് ചർച്ച ചെയ്യുന്നില്ല, ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽപ്പെട്ട ഒരു അവസ്ഥയാണ് ഇതിനെക്കുറിച്ച്. പക്ഷെ ഇവിടെ ഇതിനോട് രാഷ്ട്രീയമായി പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇതിൽ ഈ പരീക്ഷ നടന്നന്ന് തന്നെ ചോദ്യപേപ്പർ ചോർന്നു. പരീക്ഷ നടന്ന് 1 മണിക്കൂർ, പരീക്ഷ തുടങ്ങി 1 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ചോദ്യപേപ്പറുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വീഡിയോകൾ ആൾക്കാർ കാണിക്കുന്നത് ഇതാണ് ചോദ്യപേപ്പർ എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പോൾ അതിനോട് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഏതോ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇറങ്ങിപ്പോയിട്ട് പുറത്തു വിട്ടതാണ്. അങ്ങനെ സാധിക്കില്ല. ഒന്ന്. 2, നിഷാദ് തന്നെ ചൂണ്ടിക്കാട്ടിയ മാർക്കിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാട്ടുമ്പോൾ അതായത് ഒരിക്കലും കിട്ടാൻ പാടില്ലാത്ത മാർക്കുകൾ, അതായത് 4 മാർക്കാണ് ഒരു ശരിയായ ഉത്തരത്തിന്, തെറ്റായ ഉത്തരം എഴുതിയാൽ 1 മാർക്ക് കുറയും. അങ്ങനെ 1 മാർക്ക് കുറഞ്ഞാലും 718, 717 തുടങ്ങിയ മാർക്കുകൾ ആർക്കും കിട്ടില്ല. പക്ഷെ ഇവിടെ അത് കിട്ടിയിരിക്കുന്നു. അപ്പോൾ പറയാണ് വൈകി തുടങ്ങിയതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്താണ്. പരീക്ഷ എഴുതാൻ വൈകിയതുകൊണ്ടും മറ്റ് സാങ്കേതിക കാരണങ്ങളാലും വൈകിപ്പോയവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തതാണെന്ന്. അങ്ങനെ ഗ്രേസ് മാർക്ക് എല്ലാവരും കൊടുത്തിട്ടില്ല. അങ്ങനെ വൈകി പരീക്ഷ എഴുതിയ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കും ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇതിൽ അട്ടിമറിയുണ്ട്. അതായത് നിഷാദ് സൂചിപ്പിച്ചതുപോലെ +2-ന് 32 മാർക്ക് കിട്ടിയ കുട്ടിക്ക് റാങ്ക് കിട്ടുന്നു, 1000ാമത്തെ റാങ്ക് കിട്ടുന്നു. ആ ഒരവസ്ഥ വരുന്നു. അതും ഗുജറാത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ഇത് പ്രത്യക്ഷത്തിൽ തന്നെ തട്ടിപ്പും അഴിമതിയാണെന്ന് വ്യക്തമായിട്ടും ഈ സർക്കാർ ഇങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം കൂടി ശ്രദ്ധിക്കണം. റിസൾട്ട് വരുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ സമയത്ത് ഇവർ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. കാരണം ഇതാരും ശ്രദ്ധിക്കരുത്, ആ ബഹളത്തിനിടയ്ക്ക് ഇത് മുങ്ങിപ്പോണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, തട്ടിപ്പാണത്, അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. സർക്കാർ എന്താണ് ചെയ്തത്? സർക്കാർ ഒരു 4 അംഗ അന്വേഷണ സമിതി നിയോഗിച്ചു. ഏതാ അന്വേഷണ സമിതിയിൽ ആരാ ഉള്ളതെന്നറിയോ? NTA ചെയർമാനാണ്. NTA ചെയർമാൻ അംഗമായിട്ടുള്ള അത് ആർക്കെതിരെയാണ് ആരോപണം അവരെ തന്നെ ഇത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു CBI അന്വേഷണം നടത്തേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കോടതി ഇടപെട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കത്തിലേക്ക് പോയി കഴിയുകയോ അല്ലെങ്കിൽ റീ എക്സാം നടത്താൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നീതി ലഭിക്കുകയുള്ളൂ. ഞാൻ അത്ഭുതപ്പെടുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ പോലും നമ്മുടെ രാജ്യം എത്രമാത്രം അലസമായി, സില്ലിയായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു, പേടിപ്പെടുത്തുന്നതാണ്. തോന്നുന്നത് ജിംസ് പറഞ്ഞാൽ ഈ 25 ലക്ഷം കുട്ടികൾ എഴുതിയ എക്സാമാണ്, 1/4 കോടി വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് ഒരു മിഡിൽ ക്ലാസ് മാത്രമല്ല, ഇപ്പോൾ ആസ്പയറിങ് യങ്സ്റ്റേഴ്സിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണല്ലോ മെഡിസിൻ പഠിക്കുക. അതിനുവേണ്ടി എത്രയാണ് രക്ഷിതാക്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? വിദൂര സ്ഥലങ്ങളിലേക്ക് കുട്ടികളെ കോച്ചിങ്ങിന് പറഞ്ഞേക്കുന്നു. ചിലപ്പോൾ ഈ രക്ഷിതാക്കൾ തന്നെ അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യുന്നു, ഈ കോച്ചിങ് സെൻറ്ററിലെ നഗരങ്ങളിൽ റീലൊക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്തോരം കഷ്ടപ്പെടുക, 1, 2, 3 വർഷമൊക്കെ ഇത് അപ്പിയർ ചെയ്യുന്ന ആളുകളില്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ഇവൻ്റ് എന്ന് പറയുന്നതാണ് ഈ എക്സാം.
അതിൻ്റെ അവസ്ഥയാണ്. ഒന്ന് ആലോചിച്ചു. 600 ചില്ലാൻ ആളുകൾക്കാണ് 99.99 മാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ 67 പേർക്കാണ് 1ാം റാങ്ക്. 67 പേര്, അതിൽ കുറേ അധികം പേര് ഒരേ സെൻറ്ററിൽ നിന്ന് എഴുതിയവരാണ്. ഹരിയാനയിൽ 6 പേര്. 67 പേർക്കാണ് ഈ ഇത് 67 പേർക്കാണ് 1ാം റാങ്ക്, 67 പേർക്ക് ഒരേ മാർക്ക് ഹരിയാനയിൽ. അതിൽ 6 പേര് ഒരേ സെൻറ്ററിൽ നിന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണല്ലോ ഇതിൽ എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഗ്രേസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തും ഉണ്ടോ? ഇല്ല. അത് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താണ്? വൈകി തുടങ്ങിയതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തു. പിന്നെ NCERTയിലെ പുസ്തകത്തിൽ ഉള്ള ഉത്തരം തെറ്റായിരുന്നു. ഈ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ NCERT പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിലുള്ള ഉത്തരം തെറ്റായിരുന്നു, അതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തു. അതങ്ങനെയാണ് ചിലർക്ക് മാത്രം കൊടുക്കുക, അങ്ങനെ ചില പ്രശ്നമില്ല. അപ്പോൾ അത് അങ്ങേറ്റം വിചിത്രമായ സംഗതിയാണ്. പക്ഷേ അജിത് സാറിന് കോടതി ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു. കോടതി പറയുന്നത് വെച്ചാൽ ഇനി ഇത് ജൂലൈ 8 എടുക്കുകയുള്ളൂ. അപ്പോൾ റിസൾട്ട് റദ്ദാക്കാൻ സന്നദ്ധമല്ല എന്നാണ്. കൗൺസിലിംഗ് തടഞ്ഞൊന്നുമില്ല. കൗൺസിലിംഗ് തടയുന്നില്ല, കൗൺസിലിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്രേസ് മാർക്ക് കിട്ടിയവർക്ക് റീടെസ്റ്റ് നടത്താൻ പറ്റുമോ എന്നൊരു ആലോചന അങ്ങനെ നടക്കുന്നുണ്ട്. അത് നടന്നു കഴിഞ്ഞാൽ അത് നടന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കും. ഈ പറയുന്ന ഈ പ്രക്രിയയിലൂടെ കടന്നുപോയ കുട്ടികളുണ്ടല്ലോ, അവരുടെ ഒരു മാനസിക നില നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ ഒരു റാങ്കിൽ നിൽക്കുന്നൊരു കുട്ടി ഉണ്ടാവും, ആ റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്ന എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ആഘാതം, ഒരു സൈക്കോളജിക്കൽ ട്രോമ ഇത്രയും പോരുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് മേൽ ഉണ്ടാക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ഇത്രയും ഇത്രയും മോശമായി മാനേജ് ചെയ്തിട്ടുള്ള ഒരു എക്സാം, ഒരു ടെസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ അജിംസ് പറഞ്ഞാൽ ആരും അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല, സമ്പൂർണ്ണമായ നിശബ്ദം. അത് ഈ സമയം അതിനൊരു ഘടകമാണ്. ഈ റിസൾട്ട് വരുന്നു, അധികാര കൈമാറ്റമൊക്കെ. പക്ഷേ തെരുവുകളിൽ വിദ്യാർത്ഥികൾ വന്നു നിറയേണ്ടതായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അത് ഡൽഹിയിലുണ്ടായില്ല, ഒരു രാജസ്ഥാനിലുണ്ടായില്ല, കോട്ടയിലുണ്ടായില്ല. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകൾ ഏതെങ്കിലും ഇപ്പോൾ NSCUIയോ അല്ലെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ ABVP കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന എന്ന് പറഞ്ഞാൽ, അവരെന്തെങ്കിലും ഒരു പ്രത്യക്ഷ സമര പരിപാടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇതിനൊരു നടത്തിയായി കാണുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടകരമായുള്ള കാര്യമാണ്. ഈ മൗനമാണ് ഈ വക ഏർപ്പാടുകളുമായിട്ട് ഇങ്ങനെ ഒരു സങ്കോചവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ ഇത്തരം പരിപാടികളായിട്ട് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പം സാധാരണഗതിയിൽ ഒരു നാഷണലിസ്റ്റ് ഗവൺമെൻറ്, ഇതൊരു നാഷണലിസ്റ്റ് ഗവൺമെൻറ്റാണല്ലോ. പൊതുവെ നാഷണലിസ്റ്റ് ഗവൺമെൻറ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റിയാണ് അവരുടെ പുതിയ തലമുറയെ വൈജ്ഞാനികമായി വളർത്തിയെടുക്കുക. കാരണം അവർ രാജ്യത്തിൻ്റെ അന്തസ്സ്, ശക്തി, ടെക്നോളജി എന്നൊക്കെ പറയുന്ന അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയയുണ്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും, കഴിഞ്ഞ 2-3 വർഷത്തിന് രാജ്യത്ത് സംഭവിച്ച ഒരാളും ശ്രദ്ധിക്കാത്ത, ഒരുപക്ഷെ ചെറുതായിരിക്കാം എന്നാലും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. NTS എക്സാം എന്ന് പറഞ്ഞിട്ട്, NTSC എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. കാരണം ഈ വിദ്യാർത്ഥികൾക്കിടയിലെ സിവിൽ സർവീസ് എക്സാം എന്നാണ് അത് അറിയപ്പെടുക. എന്നുവെച്ചാൽ അത്രയും ടഫായി നാഷണൽ ലെവലിൽ നടക്കുന്ന NTSC കഴിഞ്ഞ ആളുകളാണ് പിന്നീട് നമ്മുടെ രാജ്യത്ത് പല മേഖലകളിൽ ശോഭിച്ചിട്ടുള്ള ആളുകൾ. ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്നവരാകട്ടെ, ശാസ്ത്ര പ്രതിഭകളായിട്ട് വളരുന്ന ആളുകളാകട്ടെ. 2022 NTSC എക്സാം നടത്തിയില്ല എന്ന് പറഞ്ഞാൽ NTSC നിർത്തുകയാണ് എന്നൊരു ഔദ്യോഗിക സർക്കുലർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. 2022 നടന്നില്ല. ആ വർഷം കുട്ടികൾ അപേക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതിന് അപേക്ഷിക്കുന്നുണ്ട്, പ്രിപ്പയർ കറക്റ്റ് കുട്ടികൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് അടക്കമുള്ള ഇതിനു വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്, അവർ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സാം നടക്കേണ്ട കുറച്ച് ദിവസം മുമ്പാണ് അറിയിപ്പ് വരുന്നത്, ഉണ്ടാവില്ല, ഉണ്ടാവില്ല. മറ്റേ പത്മജ പോയി എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല. പിറ്റേ ദിവസം അടുത്ത വർഷം നടന്നില്ല. 2023 നടന്നിട്ടില്ല, 2024 അതേക്കുറിച്ച് ഒരു ഇതുമില്ല. അപ്പോൾ ഇതങ്ങോട്ട് അപ്രത്യക്ഷമായി. ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ടാലൻറ്റഡായ കുട്ടികൾ അണിനിരക്കുന്ന ഒരു ടെസ്റ്റ്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അതില്ലാണ്ടായി. എന്താണ് KVPY എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. അത് 11-12 ക്ലാസ്സിലെ കുട്ടികളാണ്. കിഷോർ വിജ്ഞാൻ പ്രോത്സാഹൻ യോജന. ഇതും വളരെ പ്രധാനപ്പെട്ട IITകളിലൊക്കെ വരുന്ന കുട്ടികൾ നമ്മൾ പരിശോധിച്ചാൽ കാണാം ഈ KVPY എഴുതി വന്ന കുട്ടികളായിരിക്കും. കഴിഞ്ഞ വർഷം ഇതേമാതിരി കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കുന്നുണ്ട്, കോച്ചിങ്ങിന് പോകുന്നുണ്ട്. എക്സാമിൻ്റെ 3-4 ആഴ്ച മുമ്പാണ് അതുണ്ടാവില്ല എന്നറിയിപ്പ് വരുന്നു. അപ്പോൾ ഔദ്യോഗികമായി KVPY നിർത്തിവെച്ചോ, അങ്ങനെ അറിയിപ്പില്ല, അതില്ലാണ്ടായി. എന്താണ് PMSSC എന്ന് പറഞ്ഞിട്ട് OBC OEC വിദ്യാർത്ഥികൾക്ക് ഇതേമാതിരിയുള്ള ഒരു എക്സാമുണ്ട്.
വളരെ വളരെ എന്താണ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. അതും കഴിഞ്ഞ വർഷം ഇതേമാതിരി ഇല്ലാണ്ടായി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാഷണലിസ്റ്റ് ഗവൺമെൻറ്, പ്രത്യേകിച്ച് KVPY പോലത്തെ ഒരു എക്സാം ഒരു നാഷണലിസ്റ്റ് ഗവൺമെൻറ് നടത്തേണ്ടത് ഇങ്ങനെയാണ്. കാരണം കുഞ്ഞുങ്ങളിലെ ശാസ്ത്ര പ്രതിഭയെ അല്ലെ കുഞ്ഞുങ്ങൾക്കിടയിലുള്ള ശാസ്ത്രകാരന്മാരെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ സവിശേഷമായി വളർത്തിയെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ദേശീയവാദ സർക്കാർ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണല്ലോ. പക്ഷേ അത് ഒന്നും ഉണ്ടായില്ല. എന്നാൽ എന്തൊക്കെ ഇത് നിർത്തി എന്തെങ്കിലും പകരം സംവിധാനം വന്നോ? അതുമില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഈവൻ ബജറ്റിലുള്ള ഇപ്പോഴത്തെ ഈ പറയുന്ന എഡ്യൂക്കേഷന് വേണ്ടിയുള്ള സ്പെൻഡിങ് നാഷണൽ ഈ സർക്കാർ തന്നെ മോദി സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുള്ള NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അവർ പറയുന്നതാണ് ഒരു 6% മിനിമം കൊടുക്കണമെന്നാണ്. നമ്മൾ പരമാവധി 3.19% ആണ് ഈ പെർസെൻറ്റേജ് ഓഫ് GDP ആണ് ഈ ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പോലത്തെ ഇത്രയും ഇത്രയും യങ് പോപ്പുലേഷനുള്ള രാജ്യത്ത്, ഇത്രയും ലോകത്ത് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള രാജ്യമാണ്. അങ്ങനത്തെ ഒരു രാജ്യത്ത് GDPയുടെ 3.19% ആണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ദുർബലമായിട്ടുള്ളൊരു പോളിസി ഫ്രെയിംവർക്കാണ്, ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്കുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിനകത്താണ് ഈ ജാതി ഏർപ്പാടുകൾ, ഈ ജാതി തട്ടിക്കൂട്ട് പരിപാടികൾ നടത്തുന്നു. അവർ നിസ്സങ്കോചം ഒരു എതിർപ്പുമില്ലാതെ അവർക്ക് ഇതിങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നു. ഈ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുന്നു എന്നുള്ളതല്ലാതെ രാജ്യത്തെ യുവത അതിനെതിരെ തിളക്കുന്നില്ല എന്നതോർത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ലജ്ജിക്കുകയാണ്. ഇനി ഒരു കാര്യം പറയാം, ഈ വാർത്ത ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ വണ്ണാണ് ഈ വാർത്ത ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് മലയാളത്തിലെ പോലും, കേരളത്തിൽ പോലും എത്ര അധികം കുട്ടികൾ എഴുതുന്നുണ്ട്, ഒരു മാധ്യമങ്ങൾ അത് വാർത്ത ചെയ്യുന്നില്ല. നമ്മൾ 1-2 വാർത്തകൾ കഴിഞ്ഞ ശേഷമാണ് മറ്റുള്ളവർ അത് ഏറ്റെടുക്കുകയും ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് അത് വലിയ തോതിൽ കത്തുകയും ചെയ്തത്. എന്തായാലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് കൂടി അതിനെ ആ നിലയ്ക്ക് ഗവൺമെൻറ് പരിഗണിക്കുന്നില്ല, ആ നിലയ്ക്കുള്ള വലിയ പ്രതിഷേധങ്ങളോ പ്രതികരണങ്ങളോ ഉയർന്നു വരുന്നില്ല എന്നത് നിർഭാഗ്യകരമാണ്.